ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഞാൻ രാജേഷ് കടാങ്കുന്ന്. നമ്മളിന്ന് വന്നിരിക്കുന്നത് ബേക്കൽ, കാസർഗോഡ് ജില്ലയിലെ ബേക്കലിനടുത്തുള്ള തൃക്കണ്ണാട് അമ്പലത്തിലാണ്. ഇവിടെ ഈ ബലിതർപ്പണം നടത്തുന്നതിന് നമ്മൾ ഉത്തര മലബാറിൽ ഏറ്റവും പേരുകേട്ട ഒരു സ്ഥലമാണ് തൃക്കണ്ണാട് ത്രയംബകേശ്വര ക്ഷേത്രം. ഇവിടെ നമ്മൾ മരിച്ചുപോയ ആത്മാക്കൾക്ക്, പിതൃക്കൾക്ക് നമ്മൾ ബലിതർപ്പണം നടത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ തിരുനെല്ലി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നതും ബലിതർപ്പണം നടത്തുന്നതായിട്ടുള്ള ഒരു അമ്പലമാണ്. ഇവിടെ ഫ്രണ്ടിൽ കടലാണ്. കടലിൻ്റെ അവിടെ നമുക്ക് ഫിഷിംഗ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാർ മീൻപിടുത്ത ബോട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ കയറ്റിയിട്ടിട്ട്. ഇപ്പം സീസൺ എന്തോ ഈ മഴക്കാലത്തിൻ്റെ എന്തോ പ്രശ്നം, ഇപ്പോൾ ഈ ന്യൂനമർദ്ദം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവരിപ്പോൾ കടലിലേക്ക് അധികം ദൂരത്തേക്ക് പോകുന്നില്ല എന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്നത് കുറച്ച് അടുത്ത് ചെറിയ വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. വലിയ ബോട്ടുകളൊന്നും ഇപ്പോൾ വരുന്നില്ല. അപ്പോൾ ചെറിയ വള്ളങ്ങളിൽ പോയിട്ട് ഇവർ ഇപ്പോൾ കിട്ടുന്നത് കൂടുതൽ ഞണ്ടുണ്ട്. പിന്നെ ഇപ്പം ചെറിയ സ്രാവിൻ്റെ കുഞ്ഞുങ്ങൾ, പിന്നെ എന്തൊക്കെ ചെറിയ ചെറിയ മത്സ്യങ്ങളൊക്കെ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അയല, മത്തി ഇതുപോലെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ ബോട്ട് പുറത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് നമുക്കത് അവർ കുറച്ച് കഴിഞ്ഞാലേ വരുള്ളൂ. നമുക്കങ്ങനെ ഇപ്പോൾ കാണാൻ പറ്റില്ല. കുറച്ച് ഞണ്ട് ഒക്കെ പിടിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരോടൊന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇതുണ്ടോ, ട്രാക്ടറാണ്. ഈ ട്രാക്ടർ വെച്ചിട്ടാണ് അവർ ഈ വള്ളങ്ങളും ചെറിയ ബോട്ടുകളൊക്കെ കരയിലേക്ക് അടുപ്പിക്കുന്നത്. അതായത് തുഴഞ്ഞു വന്ന് അവിടെ തീരത്ത് നിർത്തും. ഇത് അവിടെ നിന്ന് ഈ ട്രാക്ടർ ഉപയോഗിച്ച് വലിച്ചു കയറ്റി തള്ളിക്കൊണ്ടുപോവുകയാണ്. ഇവർ പറയുന്നത് ഞണ്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞണ്ടിന് ഒരു എക്സ്പോർട്ട് ക്വാളിറ്റി ഞണ്ടിനെ വേറെ മാറ്റി കൊടുക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കൊടുക്കാനുള്ള ഞണ്ടിനെ വേറെ വേറെ എന്തൊക്കെയോ മീനുകളുണ്ട്. എന്തോ മീനാണെന്ന് എനിക്കറിയില്ല. അവർ പറയുന്നത് ഈ ട്രാക്ടർ ഉപയോഗിച്ചിട്ട് വള്ളം എങ്ങനെയാണ് അടുപ്പിക്കുന്നത് നമുക്ക് നോക്കാം. ഇതുണ്ടോ, അവരതിൽ ഒരു ഹുക്കിൽ അവർ ഡയറക്റ്റ് ഇട്ടിട്ട് ട്രാക്ടർ കൊണ്ട് വലിച്ചു പോവുകയാണ് ചെയ്യുന്നത്. കരയിലേക്ക് അത് വലിച്ചടുപ്പിച്ച് കൊണ്ടുപോകും ട്രാക്ടർ വെച്ചിട്ട്. ബാക്കി അവർ വന്നിട്ട് ആ ട്രാക്ടറിൻ്റെ ഫ്രണ്ടിൽ ഈ വള്ളങ്ങൾക്ക് കേട് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ടയർ വെച്ച് ഫുള്ള് കവർ ചെയ്തിട്ട് അതുകൊണ്ടാണ് അവർ തള്ളി മാറ്റുന്നത്. തള്ളി മാറ്റി കരയിലേക്ക് അടുപ്പിച്ച് സുരക്ഷിതമായൊരു സ്ഥലത്ത് വെച്ചിട്ട് അവർ വലയിൽ നിന്ന് മീനുകൾ പെറുക്കി എടുക്കുന്ന ഒരു സിസ്റ്റമാണ് അവരുള്ളത്. പണി തുടങ്ങി. വലയിൽ നിന്ന് ഞണ്ടാണ് കേട്ടോ, ഏറ്റവും കൂടുതൽ ഞണ്ടാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. നോക്കും എന്താ വലിപ്പം നോക്കും ഞണ്ടിൻ്റെ. നമുക്കൊക്കെ കിട്ടുന്ന ഞണ്ട് എന്ത് ചെറുതാണ്. ഇത് നോക്കണ്ട, നല്ല വലിപ്പമുള്ള നല്ല സൈസുള്ള ഞണ്ടുകളാണ്. എക്സ്പോർട്ട് ക്വാളിറ്റി ഞണ്ടുകളാണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചിട്ടില്ല. ഇതൊന്നും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചോദിച്ചപ്പോൾ പറഞ്ഞത് എക്സ്പോർട്ട് ക്വാളിറ്റിയാണ്, അതിന് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചാണ്. അതുപോലെ ഇതിനകത്ത് നിന്നിപ്പം വേർതിരിച്ചെടുക്കുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ വലിയ ഞണ്ടിനെ കിട്ടുമെന്നാണ്. കണ്ട നമ്മളെ കൊമ്പൻ സ്രാവിൻ്റെ കുട്ടികളൊക്കെ ഉണ്ടാവില്ല, എന്താ രസം. സ്രാവിൻ്റെ കുട്ടികളാണ് ഇത്, കുഞ്ഞു സ്രാവുകൾ. സ്രാവിനെ പിടിച്ച് കിലോ 360 രൂപ എന്ന് പറയുന്നത്. കിലോ 360 രൂപയ്ക്കാണ് കൊടുക്കുന്നത് സ്രാവിൻ്റെ കുട്ടികളെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ. ഞാൻ ഇന്ന് പോയ സമയത്ത് കണ്ട ഒരു കാഴ്ചകൾ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കും. താങ്ക് യു.